നമസ്കാരം. ഈ സ്ക്രീനിൽ കാണുന്ന ഇവരെ നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ പരിചയം കാണും. കഴിഞ്ഞ 2 ദിവസമായി ഇവരുടെ കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഒരു ജീവമാതാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ, അതായത് അനാഥ മന്ദിരം നടത്തുന്ന ഒരു ഉദയ ഗിരിജ എന്ന ഒരു സ്ത്രീ, അവിടെ തന്നെ അന്തേവാസിയായിട്ടുള്ള അനാമിക എന്ന കുട്ടിയെ മകനെ കൊണ്ട്, വിഷ്ണുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് വളരെ ശ്രദ്ധ ആകർഷിച്ച ഒരു പരിപാടിയായിരുന്നു. എല്ലാരും പറഞ്ഞു ഇവരുടെ അമ്മ മനസ്സിന് അന്ന് ഒത്തിരി നന്ദിയൊക്കെ പറഞ്ഞു. ഇവരുടെ നല്ലൊരു മനസ്സാണ്. കാര്യം സ്വന്തം നടത്തുന്ന സ്ഥാപനത്തിലെ തന്നെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഉപേക്ഷിച്ച ഒരു കുട്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു കുട്ടിയെ എടുത്ത് ആ അവരുടെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചപ്പോൾ ഒത്തിരി അതിന് അവരെ പുകഴ്ത്തിയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് അതെല്ലാം മാറിയിട്ട് വേറൊരു കോൺട്രവേഴ്സി വരികയാണ്. ഇതിനിടയ്ക്ക് നടന്ന മറ്റൊരു സംഭവമാണ്, ഇവരുടെ ഈ അമ്മയെ ഈ 2 മക്കളും ചേർന്ന് വിവാഹം കഴിപ്പിച്ചു. അപ്പം അതൊരു നല്ല കാര്യമാണ്. ഒരു സ്ത്രീ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ മക്കൾ തന്നെ മുൻകൈ എടുത്തു. അതൊക്കെ നല്ല കാര്യമാണ്. അവര് ഒരു ചെറിയ രീതിയിലൊരു മക്കളുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു വിവാഹം നടത്തി കൊടുത്തു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ വന്നിട്ടുള്ള ചില വിവാദങ്ങളുണ്ട്. കാര്യം, ഇവര് ഈ കുട്ടി ഗർഭിണിയാവുകയും 7ാം മാസത്തിൽ പ്രസവിച്ചു. സംഭവം അതാണ്. ആർക്കും ഇരിക്കപ്പുറതിയില്ല എന്നാണ് പറയാൻ. ഇപ്പോൾ പറയുന്നത് കുറെ യൂട്യൂബേഴ്സും, ഞാനിത് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഞാനിത് ശരിക്കും അത് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് വെച്ചാൽ 7ാം മാസത്തിൽ പ്രസവിച്ചു എന്ന് പറയുന്നു. 2.5 കിലോ വെയിറ്റ് ഉണ്ട്. 4 ദിവസത്തെ ഹോസ്പിറ്റലിൽ ഇത് അവര് ഇത് കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്തു. അപ്പൊ ഇവിടുത്തെ കുറെ യൂട്യൂബേഴ്സിനൊന്നും ഇരിക്കപ്പുറതിയില്ല. പ്രത്യേകിച്ച് ഷീ ടോക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം. ഇവര് ശരിക്കും അതിനെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ, നേരത്തെ ഒരു വിഷയത്തില് ഇവരുടെ ഒരു വീഡിയോ നമുക്കറിയാം, അർജുൻ ബ്രോയുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടൊരു ഒക്കെ ഉണ്ടാക്കിയതാണ്. ഇതേ രീതിയിലാണ് ഇപ്പം ഈ കൊച്ചൻ നേരത്തെ വന്നാണ് അന്തേവാസിയായിട്ട് അവിടെ കഴിയുകയായിരുന്നു. അപ്പം നേരത്തെ ഇവര് ബന്ധപ്പെട്ടു, ഗർഭിണിയായി എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് പോയത്. ഇതൊക്കെ ഈസി അല്ലേ അനാമിക? പുറത്തു പോകേണ്ട ആവശ്യമില്ലല്ലോ, ഒരേ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഉണ്ടല്ലോ. ഇവരൊക്കെ ഇവിടെ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പറയുന്നുണ്ടായിരുന്നു ഈ പയ്യൻ മുന്നേ ഗൾഫിലായിരുന്നു. പക്ഷെ ആ പയ്യൻ സെപ്റ്റംബറിൽ ഓഗസ്റ്റ് ലാസ്റ്റ് എങ്ങാനും നാട്ടിലെത്തി. പിന്നെ കല്യാണം നടക്കുന്നത്. ഏതായാലും ആ വിഷയം നമ്മൾ ഒരു പരിധിവരെ അത് പ്രതികരിക്കണ്ട എന്ന് കരുതുകയാണ്. കാര്യം എന്തായാലും ശരി, അവൻ ഉപേക്ഷിച്ചില്ല. അല്ലെങ്കിൽ ആ ഉദയഗിരിജ എന്ന് പറഞ്ഞ ആ സ്ത്രീയെ അവരുടെ മകനെ കൊണ്ട് കെട്ടിച്ചു, കല്യാണം നടത്തി കൊടുത്തു. അപ്പം ഇവര് അവരുടെ മക്കിട്ട് കയറാൻ പോകുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ ദിവസം 24 മണിക്കൂറായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ അതിന് എന്റെ ഭാഗത്തുനിന്ന് എനിക്കൊരു ന്യായീകരണം തോന്നിയെന്ന് പറഞ്ഞാല്, ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഇവർക്ക് എന്ത് കാര്യം? അവൻ ഉപേക്ഷിച്ച് അവളെ, അല്ലെങ്കിൽ അവള് ഇന്നത്തെ സ്ഥിതിയിൽ കല്യാണം കഴിച്ച് ഇല്ലെങ്കിൽ ഉടനെ സൂയിസൈഡ് ചെയ്യുക, ആത്മഹത്യാക്കുറിപ്പിന്റെ പേരിൽ അവര് കേസെടുക്കുക. അപ്പൊ ഇപ്പൊ പറയുന്നത് പോക്സോ കേസ് വരാതിരിക്കാൻ കെട്ടിച്ചാന്ന് പറഞ്ഞു. എന്ത് ആട്ടെ, ആ കുട്ടി സന്തോഷവതിയാണ്. അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോ ഇവിടെ മുന്നിൽ ഇരുത്തിയില്ല, അമ്മയാണ് മുന്നിൽ കുഞ്ഞിനെയും കൊണ്ടിരുന്നത്. പിന്നെ ഇങ്ങനെ വെറും ബാലിശമായ കുറെ കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷെ അതിനപ്പുറം ആ ഈ ജീവമാത ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ചില അപവാദങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. അവിടുത്തെ ജോലി ചെയ്തൊരു മുൻ വാർഡന്റെ ചില വാക്കുകളാണ്. ഞാൻ അനുഭവിച്ച ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഞാനൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് എനിക്കെതിരെ അവിടെ തുറന്നു കാണിച്ച കള്ളത്തരങ്ങൾക്കെതിരായിട്ട് 2 ആഴ്ച കഴിഞ്ഞ് എന്റെ പേര് കൊണ്ടുവന്ന് കേസ് കൊടുത്തത്. ഞാൻ അവൻ നാട്ടിൽ നിന്ന് ഈ മുൻ വാർഡൻ സന്ധ്യ പല്ലവി എന്ന് പറയുന്നത്, അവര് തന്നെ കുറെ പോസ്റ്റുകൾ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു യൂട്യൂബർക്ക് കൊടുത്ത വോയിസ് ക്ലിപ്പിന്റെ ഭാഗമാണ് ഈ കാണിക്കുന്നത്. അവര് പറയുന്നത് അവിടെ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ വലിയ ത്യാഗി ചമയുന്ന നിന്റെ അടിപടലം എന്തോ അങ്ങനെ കുറെ പറയുന്നുണ്ട്. പിള്ളേരെ കൊണ്ട് ഗ്ലൗസ് പോലും ഇടിക്കാതെ, അതായത് പ്രായമുള്ളവരുടെ ഈ മലമൂത്ര വിസർജനമൊക്കെ എടുപ്പിച്ചു, അങ്ങനെയൊക്കെ പല ആരോപണങ്ങൾ പറയുമ്പോൾ ഇവർക്കെതിരെ ഇവര് കേസ് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ആ വാർഡനാണ്
ഇപ്പോൾ ഇവർക്കെതിരെ രംഗത്ത് വന്നേക്കുന്നത്. അപ്പോൾ ഇത് നമ്മള് ഒരു കാര്യത്തിൽ ശരിക്കും ഇവരെ സപ്പോർട്ട് ചെയ്താണ്. ആ മകന്റെ കല്യാണം നടത്തി കൊടുത്തതിലും ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം കൊടുത്തതിലും അവരെ ഇതാണ്. പക്ഷെ ഇതിന്റെ മറവിൽ അവിടെ സാമ്പത്തിക അപഹരണമുണ്ട്. അതുപോലെ മറ്റ് പല ഈ പീഡനങ്ങളും അവിടെ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് വരുന്നത്. ഇപ്പൊ ഇതിന്റെ നിയമങ്ങളും ഇതിന്റെ ഇങ്ങനൊരു ചാരിറ്റി പ്രവർത്തനമൊക്കെ നടത്തുമ്പം ഒത്തിരി നൂലാമാലകൾ നിയമത്തിന്റെ ഒക്കെ ഉണ്ട്. അതൊക്കെ ഇവരെങ്ങനെ മറികടന്ന് ഇത് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളൊരു സംശയം നമുക്ക് തോന്നിപ്പോവാം. അവരെ കണക്ക് ഒരു സ്ത്രീയല്ല ഞാൻ, നാട്ടുകാരുടെ വാങ്ങിച്ച് കഴിക്കുന്നില്ല. ഞാൻ ലോകത്ത് ഒരാളും ചെയ്യാത്ത ജോലികളാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ചിത്രകാരിയാണ്, ശില്പിയാണ്, ഒരു മ്യൂസിക് അക്കാദമി, ഓർക്കസ്ട്ര ഒക്കെ ഉള്ളതാണ്. എന്തെല്ലാം ജോലി ചെയ്താ ഞാൻ ഇന്നത്തെ ഈ നിലയിലെത്തിയെന്നറിയാമോ? ഒരാളും ചെയ്യാത്ത ജോലിയാണ്. മുകളിൽ കയറി ഒരു സെറ്റ് വർക്കിൽ ചെയ്യുന്ന അത്രയും കഷ്ടപ്പെട്ട് കോവിഡിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒന്ന് പോകുന്നത് പോലും. ചേച്ചി അവിടെ ചെന്നിട്ട് അപ്പൊ ഈ കണ്ടേക്കുന്ന കുറെ വിഷ്വൽസ് ഒക്കെ ചേച്ചി ഷൂട്ട് ചെയ്തു ഇങ്ങനെ എന്റെ കയ്യിലുണ്ട്, എല്ലാം ഉണ്ട്. വീഡിയോ ഉണ്ട്, ഫോട്ടോയും ഉണ്ട്, എല്ലാ രേഖകളും ഉണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള? പിന്നെ എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ ഇട്ട് തരാം. അന്ന് എനിക്കത് ആ ബുദ്ധി പോയില്ല. കാരണം ഒരു പീഡന കേസ് എന്റെ പുറകെ വന്നിട്ട് CI എന്നെ വരട്ടി. അവരൊരു ലേഡി, എന്നിട്ട് പോലും അവര് പറഞ്ഞു അല്ലെങ്കിൽ അവിടെ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ അന്ന് എഴുതിയിട്ടുള്ളൂ. അത് വിത്ത് പ്രൂഫുമായിട്ട് ഞാൻ അന്ന് ലൈവ് വന്നിട്ടുണ്ട്. എന്റെ ലൈവ് ഒന്നും എടുത്തു കളഞ്ഞിട്ടില്ല. എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടത് മാത്രം. ഇതാണ് അവർ ഇവരെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നത്. അവരുടെ കയ്യിൽ തെളിവുണ്ടെന്നും. എന്തായാലും ശരി, ഈ ഉദയ ഗിരിജ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ഇപ്പോൾ രണ്ടാം ഒരു മക്കള് തന്നെ നടത്തിക്കൊടുത്ത് കല്യാണമൊക്കെ കഴിഞ്ഞവരിങ്ങനെ ഹണിമൂണൊക്കെ ആയിട്ട് കഴിയുന്ന സമയത്താണ് ഇങ്ങനൊരു പ്രശ്നം വീണ്ടും വന്നു കയറിയിരിക്കുന്നത്. പക്ഷെ അവര് ചെയ്ത കുറെ സൽപ്രവർത്തികൾ എന്ന് നമ്മുടെ കേരളം അങ്ങേയറ്റം പുകഴ്ത്തിയ കാര്യമാണ്. ആ മകനെ കൊണ്ട് ആ അനാമിക എന്ന കുട്ടിയെ കെട്ടിച്ചത്. നല്ലൊരു കുട്ടിയാണ്. കുട്ടി ഇപ്പം പ്രസവിച്ചു, നല്ലൊരു കുഞ്ഞിനെ അവർക്ക് കിട്ടി. അവരുടെ ദാമ്പത്യം ഇനി കല്യാണത്തിന് മുമ്പ് അവർക്ക് എന്തോ 18 വയസ്സുള്ളപ്പോഴാണ് അതിന് മുമ്പേ ഗർഭിണിയായെന്നൊക്കെ പറഞ്ഞ് പോക്സോ കേസ് ഒഴിവാക്കാനാണെന്നൊക്കെ പറഞ്ഞത്. അതൊന്നും നമ്മള് സത്യത്തില് അവനെ ഉപേക്ഷിക്കാതെ അവന്റെ വീട്ടിൽ തന്നെ മാന്യമായ രീതിയിൽ സംരക്ഷിക്കുമ്പോ പിന്നെ എന്തിനാ ആ വക കാര്യങ്ങൾ ഇവര് ചകഞ്ഞെടുത്ത് കൊണ്ടുവരുന്നത്. പക്ഷെ ഇതിന്റെ പേരില് ഒരു മുൻ വാർഡൻ പറയുമ്പം ഇപ്പം നമുക്കറിയാം ചാരിറ്റിയുടെ പേരിൽ തട്ടിപ്പുകൾ നടക്കുന്ന ഒരു കേരളമാണ്. പല രീതിയിലും എന്നാൽ സൽപ്രവൃത്തികൾ ചെയ്യുന്ന എത്രയോ ചാരിറ്റി സംഘടനകളുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, ഒരു പൈസ പോലും അവരുടെ കയ്യിൽ നിന്ന് ഉള്ള കോൺട്രിബ്യൂഷനും കൂടെ എടുത്ത് എത്രയോ വീടുകൾ വെച്ചു കൊടുക്കുന്നു, എത്രയോ പേരെ സംരക്ഷിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന കാലത്ത് ഇതൊരു അപവാദമാണ്. ഇതിന്റെ മറ്റു കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.